ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ചാപ്റ്റർ 1 എന്നുള്ള ചിത്രം ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞുള്ള ഷോയ്ക്ക് ഞാൻ വീണ്ടും കണ്ടിരുന്നു. അങ്ങനെ രണ്ടാമതും ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടവർ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാനും ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, സിനിമയുടെ തുടക്കത്തിൽ ആ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ കാണിക്കുന്ന ഗ്രാഫിക്സിൽ പല കാര്യങ്ങളും സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ ഇനി വരാൻ പോകുന്ന പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതായത് ആ ഗ്രാഫിക്സിൽ ദുൽഖറിനെ പോലെയുള്ള ഒരാളെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂത്തോന്റെ കയ്യിലുള്ള വടിവെച്ച് ഒരാൾ ഒരു ലേഡിയുമായി ഫൈറ്റ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരെയും കാണിക്കുന്ന സമയത്ത് അവർ പുരാതന മനുഷ്യരുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഗുഹാ മനുഷ്യർക്ക് തീ ഉണ്ടാക്കാനായി സഹായിക്കുന്നതായും പിരമിഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നോക്കുന്നതായും അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. സോ ഇതിലൂടെയെല്ലാം ഈ ചിത്രത്തിൽ വന്നിരിക്കുന്ന ഈ മാടനും മർദയും ചാത്തനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏലിയൻസ് ആണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനൊരു സൂചന സണ്ണി വെയിന്റെ ക്യാരക്ടറിലൂടെ തന്നിട്ടുണ്ട്. അതായത് ഈ കത്തനാരും നീലിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തനാർ നീലിയോട് പറയുന്നുണ്ട്, നിന്നെ പോലെ മറ്റു പല ശക്തികളും ഇവിടെയുണ്ട്, അതെല്ലാം ഇവിടെയുള്ളതല്ല, ഈ ഭൂമിയിലുള്ളതല്ല എന്നുള്ള അർത്ഥത്തിൽ. കൂടാതെ അതിൽ എനിക്ക് രണ്ടുപേരെ പിടിക്കാനായി നീ സഹായിക്കണമെന്ന് പറയുകയും അതിലൊരാൾ ഒരു ചാത്തനാണ് എന്ന് പറയുന്നുമുണ്ട്. അതിലൂടെ തന്നെ ഈ ചാത്തൻ എന്ന് പറഞ്ഞത് ഭൂമിയിലുള്ള ആളെയല്ല, മറ്റെവിടെ നിന്നോ വന്നിട്ടുള്ള ആളാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഈ സിനിമയിൽ വരുന്ന മാടൻ, മർദ, ചാത്തൻ, ഒടിയൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭൂമിയിലുള്ള ആൾക്കാരെയല്ല, മറ്റൊരു ഗ്രഹത്തിൽ നിന്നോ മറ്റോ വന്നിട്ടുള്ളവരാണെന്ന് കണക്കാക്കാം. കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ നിശാന്ത് സാഗറിന്റെ ക്യാരക്ടർ കല്യാണിയുമായി സംസാരിക്കുന്ന സമയത്ത് കല്യാണിയെ പിടിക്കാനായി വന്നിരിക്കുന്നത് ഇഷ്താറിന്റെ ആളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കല്യാണിയെ പിടിക്കാനായി വരുന്ന ആളുമായി ഒരു സ്ത്രീ സംസാരിക്കുന്നതായി കാണാം. അവൾ പറയുന്നത് അത് അവന്റെ ആളാണ് എന്നാണ്, അതായത് കല്യാണി മൂത്തോന്റെ ആളാണ് എന്നാണ്. സോ കല്യാണിയെ പിടിക്കാനായി വരുന്നത് അല്ലെങ്കിൽ മൂത്തോന്റെ മെയിൻ എതിരാളി എന്ന് പറയുന്നത് ഈ ഇഷ്താർ ആണ്. അത് ആ ഗ്രാഫിക്സിൽ ഈ മൂത്തോനും ഒരു ലേഡിയുമായി ഫൈറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ കാണിച്ചിരുന്നു. കൂടാതെ കല്യാണി ആ ബിൽഡിങ്ങിൽ നിന്നും ചാടി പോയതിനു ശേഷം മുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ലേഡി കല്യാണിയെ നോക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇഷ്താർ എന്ന് പറയുന്നത്. ഇനി ഈ ഇഷ്താർ ആരാണെന്ന് നോക്കിയാൽ, ഇഷ്താർ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ദേവതയാണ്. അവർ ആരാധിച്ചിരുന്ന ഒരു ദേവതയാണ്. ആ ദേവതയെ പലപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. പാതാളവുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരുന്ന മാടൻ, മർദ, ഒടിയൻ, ചാത്തൻ, യക്ഷി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നതുകൊണ്ട് ഇങ്ങനെ പോസിറ്റീവായിട്ടിരുന്ന ഇഷ്താർ എന്ന ദേവതയെ ഒരുപക്ഷെ ഈ ചിത്രത്തിൽ നെഗറ്റീവായിട്ടായിരിക്കാം കാണിക്കുന്നത്. കൂടാതെ ഈ ഇഷ്താർ എന്ന ദേവത വീനസ് ഗ്രഹം ശുക്രനുമായി കണക്ട് ചെയ്താണ് വരുന്നത്. ഇങ്ങനെ ഗ്രാഫിക്സിലൂടെ തുടക്കത്തിൽ കാണിക്കുന്ന സമയത്ത് ഒരു ഏലിയൻ ഷിപ്പ് വെള്ളത്തിനടിയിൽ കിടക്കുന്നതായും കുറെ ആളുകൾ വന്ന് അത് പൊക്കിയെടുക്കുന്നതായും അതിൽ നിന്നും ഒരു സ്ത്രീ പുറത്തു വരുന്നതായും മറ്റും കാണിച്ചിട്ടുണ്ട്. സോ ഇത് വീനസ് ഗ്രഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രീതിയിലോ മറ്റോ ഈ ചിത്രത്തിൽ കാണിക്കുന്ന ആ ഇഷ്താർ ദേവതയാകും. കൂടാതെ ഈ ഇഷ്താർ ദേവതയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു നക്ഷത്രവും അതിനു ചുറ്റിനുമുള്ള ഒരു വൃത്തവുമാണ്. നീലി എന്ന പെൺകുട്ടിയെ വവ്വാൽ കടിക്കുമ്പോൾ അവളുടെ അടുത്ത് ഒരു തല ഉടഞ്ഞു പോയിട്ടുള്ള വിഗ്രഹം നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതിന്റെ നേരെ പുറകിൽ നമ്മൾ കാണുന്നതും ഇത്തരത്തിൽ ഒരു നക്ഷത്രവും അതിനു ചുറ്റിനും ഒരു സർക്കിളുമാണ്. അതുകൊണ്ട് തന്നെ ആ വിഗ്രഹം എന്ന് പറയുന്നത് ഈ ഇഷ്താർ ദേവതയുടേതായിരുന്നുവെന്നും ഇഷ്താർ ദേവത ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഇഷ്താർ ദേവതയെ അന്ന് ആരാധിച്ചിരുന്ന ആരെല്ലാമോ ഉണ്ടാക്കിയതാണ് ആ ശില്പമെന്നും പിന്നീട് ഇഷ്താർ ദേവതയും മൂത്തോനുമായിട്ടുമെല്ലാം ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് നൂറ്റാണ്ടുകളായിട്ട് നടക്കുകയാണ്. അത് നമുക്ക് ആ ഒരു ഗ്രാഫിക്സിലൂടെയെല്ലാം ആ പഴയ കാലം കാണിക്കുമ്പോൾ മൂത്തോനും ആ ഒരു ലേഡിയുമായിട്ടുള്ള ഫൈറ്റിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ മൂത്തോനുമായി ഈ ഒരു ദേവത ഉടക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ശത്രുക്കളായതിനു ശേഷമോ ആയിരിക്കാം ഈ ഒരു വിഗ്രഹത്തിന്റെ തല ഉടഞ്ഞു പോയിരിക്കുന്നതായി കാണിച്ചത്. സോ ഈ ഇഷ്താർ ആണെങ്കിലും ഒടിയനാണെങ്കിലും ചാത്തനാണെങ്കിലും മർദയാണെങ്കിലും എല്ലാം തന്നെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ഏലിയൻസ് ആണ്. ഭൂമിയിലേക്ക് മറ്റു പല ഗ്രഹങ്ങളിൽ നിന്നും വന്നുകൊണ്ട് മനുഷ്യരെ സഹായിക്കാനും മനുഷ്യരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും, ആദ്യം പറഞ്ഞതുപോലെ ഗുഹാ മനുഷ്യരെ തീയുണ്ടാക്കാനും ഈജിപ്തിൽ പിരമിഡ് ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിപ്പിക്കാനും ഓരോ ആപത്ഘട്ടങ്ങളിൽ മനുഷ്യരെ സഹായിക്കാനും എല്ലാമായിരിക്കും ഇവർ ഭൂമിയിലേക്ക് വന്നത്. അതായത് MCUലെ ഇറ്റേണൽസ് എന്ന സിനിമയിൽ ഇറ്റേണൽസ് നൂറ്റാണ്ടുകളായി മനുഷ്യർക്കിടയിൽ തന്നെ താമസിക്കുന്നുവെന്നും മനുഷ്യരെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും മനുഷ്യരെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ അത്തരത്തിലായിരിക്കും ഈ മാടനും മർദയുമെല്ലാം ഈ ഒരു യൂണിവേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഇറ്റേണൽ സിനിമയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ അവരെ സംരക്ഷിക്കാനായി വരുന്ന ഇറ്റേണൽസ് തന്നെ പിന്നീട് വഴക്കുണ്ടാകുന്നതും തമ്മിലടിക്കുകയും മറ്റും ചെയ്യുന്നത്. സോ അത്തരത്തിലാകാം മനുഷ്യരെ സഹായിക്കാനായി വന്നിരുന്ന ഇത്തരം ഏലിയൻസ് മാടനും മർദയും എല്ലാം തന്നെ പിന്നീട് ഇതിൽ ചിലർ നല്ലവരായും ചിലർ നെഗറ്റീവായും എല്ലാം മാറുന്നത്.
ഇനി ഈ ചാത്തന്റെയും ഒടിയന്റെയും മാടന്റെയും മർദ്ദയുടെയും എല്ലാം നേതാവെന്ന രീതിയിലാണ് മൂത്തോനെ കാണിച്ചിരിക്കുന്നത്. സണ്ണി വെയിൻ ഈ മൂത്തോനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ ജീസസിന്റെ ഫോട്ടോ ഇരിക്കുന്നതായും അതിനു മുന്നിലായി മൂത്തോന്റെ വടി വെച്ചിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. അതിലൂടെ ഈ മൂത്തോൻ എന്ന ക്യാരക്ടർ ജീസസിനെ എല്ലാം പോലെ ഒരു ഗോഡ് ലൈക്ക് പവർ ആണ് എന്നുള്ള രീതിയിൽ, അത്തരം ഒരു ശക്തിയാണ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ മൂത്തോനെയും അയാളുടെ ശിഷ്യന്മാരെയും എല്ലാം എതിർക്കുന്ന ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള രീതിയിലാണ് ഇഷ്താർ ഈ യൂണിവേഴ്സിലേക്ക് വരുന്നത്. ഇതുകൂടാതെ നിഷാന്ത് സാഗറിന്റെ കഥാപാത്രം നീലിയെ തുടക്കത്തിൽ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, മൂത്തോന് നീ മകളെ പോലെ തന്നെയാണ്, അല്ലെന്ന് ഒരിക്കലും കരുതണ്ടെന്ന്. ഇങ്ങനെ പറയാനുള്ള കാരണം മൂത്തോന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഇഷ്താറിൽ നിന്നാണ് നീലിക്ക് പവർ കിട്ടിയിരിക്കുന്നത്. ഇഷ്താർ ഇത്തരം പവറുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരുപക്ഷെ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി, മനുഷ്യരുടെ രക്തം കുടിച്ചുകൊണ്ട് മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നിരിക്കാം. എന്നിരുന്നാലും ഈ ശക്തി കിട്ടിയതിനു ശേഷം നീലി അങ്ങനെ നെഗറ്റീവായി മാറുന്നില്ല, പകരം പോസിറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. സോ മൂപ്പന്റെ ആംഗിളിൽ നോക്കിയാൽ തന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ പവർ കിട്ടിയിട്ടും ആ നീലി എന്ന ക്യാരക്ടറിനെ മൂപ്പൻ മകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്ന രീതിയിലായിരിക്കാം തുടക്കത്തിൽ ആ ഒരു ഡയലോഗ് പറഞ്ഞു പോയത്. അതുപോലെ തന്നെ സിനിമയുടെ തുടക്കത്തിൽ നീലിയുമായി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അവളുടെ ബ്ലാക്ക് ഡ്രസ്സിലായി ഒരു ആനയുടെ ചിത്രം കൊടുത്തിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ സണ്ണിയും ചന്ദ്രയുമായി രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ആനയുടെ വിഗ്രഹത്തിന് മുന്നിൽ ചന്ദ്ര കുറച്ചു നേരം നിൽക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അതൊരു ഗണപതിയുടെ വിഗ്രഹമായി എനിക്ക് തോന്നിയില്ല, പകരം ആനയുടെ രൂപമുള്ള ഒരു വിഗ്രഹമായിട്ടാണ് തോന്നിയത്. സോ ഇഷ്താറിന്റെ ഒരു അടയാളമായിട്ടായിരിക്കാം ചിത്രത്തിൽ ആന വരുന്നത്. സോ ഇഷ്താറിന്റെ പവർ തനിക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ആനയുടെ രൂപം കണ്ടപ്പോൾ ഒരു നിമിഷം നീലി അങ്ങോട്ടേക്ക് നോക്കുന്നതായി കാണിച്ചതും. സോ ഈ ഒരു ലോക യൂണിവേഴ്സിന്റെ ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത് മറ്റുള്ള പല പ്ലാനറ്റ്സിൽ നിന്നും ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ഏലിയൻസ്, മാടനും മർദ്ദയും ഒടിയനുമായിട്ടുമെല്ലാമുള്ള ഏലിയൻസ്, ഇവരെല്ലാം ഭൂമിയിലുള്ള മനുഷ്യരെ പല കാര്യങ്ങൾ പുരാതന കാലം തൊട്ട് തന്നെ പഠിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റായി ഇവരെ എല്ലാം എതിർക്കുന്ന, ഇവരുടെ എല്ലാം മെയിൻ ശത്രുവായി വന്നുകൊണ്ട് മനുഷ്യരെ എല്ലാം കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാകും ഇഷ്താർ എന്ന് പറയുന്നത്. സോ ഈ യൂണിവേഴ്സിലെ വരും സിനിമകളിൽ നമ്മൾ കാണാൻ പോകുന്നതും ഈ ഇഷ്താറും ഇഷ്താറിന്റെ മറ്റു പല ഫോഴ്സുകളുമായി മൂത്തോനും മൂത്തോന്റെ ശിഷ്യന്മാർ എല്ലാവരും ചേർന്നുള്ള ഫൈറ്റുകളായിരിക്കും. ഇനി നമുക്ക് സിനിമയിൽ വന്നിരിക്കുന്ന മറ്റുള്ള ഡീറ്റെയിൽസുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ നീലി എന്ന ക്യാരക്ടർ പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് ആ ക്യാരക്ടറിന് ചന്ദ്ര എന്ന പേരാണ് കൊടുക്കുന്നത്. ഈ നീലി പ്രണയിക്കുന്ന അല്ലെങ്കിൽ നീലിയെ ഇഷ്ടമുള്ള നെസ്ലന്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത് സണ്ണി എന്ന പേരും. സോ സണ്ണി എന്ന് സൂചിപ്പിക്കുന്നത് സണ്ണിനെയാണ്, സൂര്യനെ. ചന്ദ്ര എന്ന പേരോ ചന്ദ്രനെയും. സോ സൂര്യനും ചന്ദ്രനും എന്നുള്ള അർത്ഥത്തിലാണ് ഈ രണ്ട് ക്യാരക്ടറുകളെ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ സണ്ണി എന്ന ക്യാരക്ടറെ നോക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ മിക്കപ്പോഴും വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി നീലി എന്ന ക്യാരക്ടർ എപ്പോഴും റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സുകൾ മാത്രമാണ് ധരിക്കുന്നത്. ആ ഒരു പാർട്ടിക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ള പ്രേതങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. അല്ലാത്ത എല്ലാ സീനുകളിലും അവൾ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സുകൾ മാത്രമാണ്, അതിന്റെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് ധരിക്കുന്നത്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവൾ രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. കൂടാതെ അതിൽ വന്നിരിക്കുന്ന റെഡ് അവളുടെ ആ ഒരു ബ്ലഡിനെ, രക്തദാഹത്തെ സൂചിപ്പിക്കുന്നതുമാണ്. ഡ്രസ്സിൽ മാത്രമല്ല അവളുടെ മുടിയിൽ നോക്കിയാലും അതും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് കാണിച്ചിരുന്നത്. മറ്റൊന്ന്, ചന്ദ്ര തന്റെ പഴയ ലവറിനെ പറ്റി പറയുമ്പോൾ അവനൊരു പട്ടാളക്കാരനോ മറ്റോ ആയിരുന്നുവെന്നും അവൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി വെടിയേറ്റ് മരിച്ചുവെന്നും പറയുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിന്റെ പുനർജന്മം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ ജീൻ കൈമാറി വന്നിരിക്കുന്ന മറ്റൊരാളെന്ന രീതിയിലാണ് പ്രസന്റിലെ സണ്ണി എന്ന ക്യാരക്ടറിനും ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ അറിയാമെന്ന് ചിത്രത്തിന്റെ തുടക്കത്തിലും സിനിമയുടെ ഒടുവിൽ സാൻഡിയെ വെടിവെച്ചിടുന്ന സീനിലും കാണിക്കുന്നത്. മറ്റൊരു ഡീറ്റെയിൽ, ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ചന്ദ്രയുടെ ക്യാരക്ടർ ഒരു യക്ഷിയാണ്. ഇതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്ന പല സീനുകളിലും പാലപ്പൂവിന്റെ സാന്നിധ്യം കൊടുത്തിട്ടുണ്ട്. അതായത് വില്ലന്മാർ ഓട്ടോയിൽ വന്നുകൊണ്ട് ഇവളെ കൊല്ലാനായി കൊണ്ടുപോകുന്ന സീനിൽ ഇവൾ പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു പാലമരവും പൂവും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് സണ്ണിയും ചന്ദ്രയും കൂടി ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ അത് ഒരു പാലമരച്ചുവട്ടിലാണെന്ന് കാണാം. കൂടാതെ കുഞ്ഞു നീലയെ കാണിക്കുന്ന സീനിൽ അവളെ ആദ്യമായി കാണിക്കുന്നത് ഒരു പാലമരത്തിന്റെ ചൂട്ടിൽ നിൽക്കുന്നതായും കയ്യിൽ ഒരു പാലപ്പൂ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ്. അതുപോലെ ചന്ദ്ര ആ പാർട്ടിക്ക് വരുന്ന ദിവസം അവൾ ഇട്ടിരിക്കുന്ന മാല ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നക്ഷത്രങ്ങളും ചന്ദ്രനുമെല്ലാം കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതുപോലെ തന്നെ ചന്തു സെലിംകുമാറിന്റെ ക്യാരക്ടർ ചിത്രത്തിൽ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ഇടുന്ന ടീഷർട്ടിൽ മിക്കപ്പോഴും അതുമായി ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങൾ കാണാം. വിജയരാഘവന്റെ ക്യാരക്ടർ സാൻഡിക്ക് നീലിയുടെ കടിയേറ്റതിനു ശേഷം വൈറസ് ബാധിക്കുമ്പോൾ അയാളുടെ ബ്ലഡ് എടുത്തു കൊണ്ടുപോകുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇതെനിക്ക് തോന്നിയത് അയാളുടെ കൊച്ചുമകൾ ഒരു അസുഖബാധിത ആയതുകൊണ്ട് അവളെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ വൈറസ് ബാധിച്ചിട്ടുള്ള സാൻഡിയുടെ ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്നത്.
ഇയാൾ ഒരു ഡോക്ടറാണ് എന്ന് പറയുന്നത് കൊണ്ടും കൂടാതെ നീലിയെ ഞാൻ കണ്ടെത്തും എന്ന് കൊച്ചുമകളോടെല്ലാം പറയുന്നത് കൊണ്ടും ഇയാൾ വർഷങ്ങളായി കൊച്ചുമകൾക്ക് വേണ്ടി ഇത്തരം ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഈ ബ്ലഡ് വെച്ചുകൊണ്ട് അയാൾ കൊച്ചുമകളെ രക്ഷിക്കാൻ നോക്കുമെന്നും മനസ്സിലാക്കാം. ഒരു പക്ഷേ തുടർ വരുന്ന ചിത്രങ്ങളിൽ ഇതിലൂടെ രക്ഷപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ പവർ കിട്ടിയോ മറ്റോ വരാൻ സാധ്യതയുള്ള ആ കൊച്ചു പെൺകുട്ടിയെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. ഈ സാൻഡിയുടെ പോലീസ് ക്യാരക്ടറിന് സ്ത്രീകളെ ഇഷ്ടമല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. അത് സീനിയർ ഓഫീസർ സല്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായും ആ ഒരു സമയത്ത് അവിടെ വരുന്ന പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുന്നതായും പിന്നീട് ഫ്ളാറ്റിൽ വെച്ചും പെൺകുട്ടികളോട് മോശമായി സംസാരിക്കുന്നതായും ഇങ്ങനെ ആ സീനിയർ ഓഫീസറെയും അമ്മയെയും എല്ലാം കൊല്ലുന്നതിലൂടെയും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത ആ ഒരു ക്യാരക്ടറിന് ഒരു സ്ത്രീയെ തന്നെ എതിരാളിയായി സംവിധായകൻ കൊടുത്തതും അവളുടെ മുന്നിൽ തോൽക്കുന്നതായി കാണിച്ചതും. കൂടാതെ സാൻഡിയുടെ ക്യാരക്ടറിന് മേലുദ്യോഗസ്ഥരെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആരുടെ മുന്നിലും തല കുനിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ആ സല്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിലൂടെ കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പിന്നീട് പവർ കിട്ടിയതിനു ശേഷം നീലിയോട് നിങ്ങളുടെ ഏറ്റവും ടോപ്പിലുള്ള ആൾ ആരാണ്, എനിക്ക് അവനെ കണ്ടെത്തണം, എന്നിട്ട് എൻ്റെ ഒരു ആർമി സൃഷ്ടിക്കണം എന്നെല്ലാം പറയുന്നത്. കാരണം ആ ഒരു ക്യാരക്ടറിന് തൻ്റെ മുകളിൽ ആരും വരാൻ പാടില്ല, താൻ ഏറ്റവും ടോപ്പിൽ എത്തണമെന്നുള്ള ആഗ്രഹമാണ്. മറ്റൊന്ന് ബ്ലഡ് മൂൺ. സിനിമയുടെ തുടക്കത്തിൽ ചന്തുവിന്റെ ക്യാരക്ടറോ മറ്റോ 2 ആഴ്ച കഴിഞ്ഞാൽ ബ്ലഡ് മൂൺ ആണ് എന്ന് പറയുന്നുണ്ട്. സോ സിനിമയുടെ അവസാന ഭാഗത്ത് സാൻഡിയും കല്യാണിയുമായിട്ടുള്ള ആ ഫൈറ്റ് സീൻ വരുന്ന രാത്രി സാൻഡി അമ്മയെ കൊല്ലുന്നതിന് തൊട്ട് മുന്നേ ചന്ദ്രനെ ഇത്തരത്തിൽ ചുവന്ന നിറം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ബ്ലഡ് മൂൺ ഉള്ള അതേ ദിവസം തന്നെയാണ് ഇവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്നത്. ഈ ചന്ദ്രൻ എന്ന പേരിന്റെ അർത്ഥം ചന്ദ്രൻ എന്ന് തന്നെയാണ്. സോ ബ്ലഡ് മൂൺ എന്നതുകൊണ്ട് ആ ചന്ദ്ര ബ്ലഡിൽ കുളിച്ചു നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ അത്രയും വയലൻസ് ആകുന്ന രാത്രിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കൂടാതെ ചന്ദ്ര എന്ന പേരുള്ള ആ പെൺകുട്ടി ഒരു യക്ഷി ആയതുകൊണ്ട് ഈ ബ്ലഡ് മൂൺ എന്നതിനെ യക്ഷിയും ബ്ലഡുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു രക്തരക്ഷസ് എന്ന രീതിയിലും ആ രാത്രിയിൽ കള്ളിയങ്കാട്ട് നീലിയെ നമുക്ക് കണക്കാക്കാം. മറ്റൊന്ന് സണ്ണി നീലി തന്നെ ഫോളോ ചെയ്ത് വരുന്നതായും കൊല്ലാൻ നോക്കുന്നതായും ആ സമയം നീലി പറക്കുന്നതായിട്ടുമെല്ലാം കാണുന്നുണ്ട്. ഇത് ഒരു സ്വപ്നം എന്ന രീതിയിലാണ് നമ്മളെ കാണിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ആ സ്വപ്നത്തിൽ നീലിയുടെ കയ്യിൽ നിന്ന് ഭയപ്പെട്ട് ഓടുന്ന സണ്ണി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു ഭിത്തിയിലായി ഐൻസ്റ്റീന്റെ ചിത്രം കൊടുത്തുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരൂ എന്നുള്ള രീതിയിൽ വേക്കപ്പ് എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഈ സമയത്ത് നീലി പറന്നുയരുന്നതായി കാണിക്കുമ്പോൾ അതിന്റെ താഴെയും ആ പറക്കലിനെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു പറക്കും കുതിരയുടെ ചിത്രം കൊടുത്തിരിക്കുന്നതായും കാണാം. മറ്റൊന്ന് നീലിയെ ആ ഓട്ടോക്കാർ കൊല്ലാനായി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒടിയന്റെ കൂടെയുള്ള പട്ടി വന്നിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആ നീലിയും സണ്ണിയുമായിട്ട് രാത്രി ബ്ലഡ് മേടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭിത്തിയിലായി ദുൽഖറിന്റെ ആ ഒടിയന്റെ രൂപത്തെ പോലെ ഒരു ചിത്രം ഭിത്തിയിലുള്ളതായി കാണിച്ചിട്ടുണ്ട്. സോ ഇതിലൂടെയെല്ലാം നീലി എന്ന അല്ലെങ്കിൽ ചന്ദ്ര എന്ന ആ ക്യാരക്ടറിനെ ഒടിയൻ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഒടിയന്റെ സംരക്ഷണത്തിലാണ് നീലി എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊരു ഡീറ്റെയിൽ സണ്ണിവൻ നീലിയെ കൊണ്ടുവരുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് 2 പേരെ പിടിക്കാനായി നിന്റെ സഹായം വേണമെന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നിയത് പ്രസന്റിൽ കാണിക്കുന്ന ആ ഹോളി ഗ്രെയിൽ ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യം നീലിയെ കൊണ്ടുവന്നിരുന്നത്. ഇവിടെ വെച്ച് നീലിയുടെ സഹായത്തോടു കൂടി തന്നെ ചാത്തനെയും മാടനെയും പിടിച്ചിരിക്കാം. പിന്നീട് ഇവരുടെ സഹായത്തോടു കൂടി മറ്റു പലരെയും പിടിക്കുകയും ഇവരെല്ലാം അണ്ടർഗ്രൗണ്ടിലുള്ള മുറികളിൽ കൊണ്ടുപോവുകയും ചെയ്തിരിക്കാം. പിന്നീടായിരിക്കാം ഇവിടെ നിന്ന് പലരും പുറത്തേക്ക് കടന്നിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ കത്തനാറുടെ എല്ലാം മരണത്തിന് ശേഷം വർഷങ്ങൾക്ക് ഇപ്പുറമാകും അതൊരു ഹോളി ഗ്രെയിൽ ഹോട്ടൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതും. സോ ദാറ്റ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം 2 വട്ടം തിയേറ്ററിൽ നിന്ന് കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. OTT വന്നതിന് ശേഷം ഇതിലും മികച്ച ഡീറ്റെയിലുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.